വേർഡ്സ്, വാക്കുകൾ. പുരുഷന്മാർ എത്ര വാക്കുകൾ ഉച്ചരിക്കുക? 7000. സ്ത്രീകളോ? 4 ഇരട്ടി 5 ഇരട്ടി പോയി അല്ലേ? എത്ര വാക്കുകളാ? 30,000 ടു 40,000. ഒരു കല്യാണത്തിന് പോയെന്ന് വെച്ചോളൂ. ഇപ്പം ഞങ്ങൾ ആണുങ്ങൾ കല്യാണത്തിന് പോയി, ഞങ്ങൾ ഒറ്റയ്ക്കാണ് പോയേക്കണേ. വീട്ടിലേക്ക് തിരിച്ചു വന്നു. വീട്ടിൽ അമ്മ ചോദിക്കും, അല്ലെങ്കിൽ ഭാര്യ ചോദിക്കും, എങ്ങനെയുണ്ട് കല്യാണം എന്ന് പറയും. നമ്മളെന്താ ആദ്യം പറയുക? ഫസ്റ്റ് ഫുഡ് പറയും. ഫുഡാണല്ലോ നമ്മുടെ പ്രധാനം. നമ്മൾ ചിലപ്പോൾ കല്യാണം ചെക്കനും പെണ്ണിനും കാണില്ല, നേരെ ഫുഡ് അടിച്ചിട്ട് പിന്നെ പോയിട്ടാണ് ചെക്കനും പെണ്ണിനും കാണുള്ളൂ. നമ്മൾ ആ കാര്യം സേഫാക്കും. ഫുഡ് നന്നായി എന്ന് പറയും, അല്ലെങ്കിൽ മോശമായി എന്ന് പറയും. രണ്ടാമത് എന്ത് പറയും? ചെക്കനും പെണ്ണും എത്ര മോശമാണെങ്കിലും നമ്മൾ എന്ത് വാക്ക് ഉപയോഗിക്കുക? കുഴപ്പമില്ല എന്ന് പറയും. മോശം എന്ന് പറയാറില്ലേ? മൂന്നാമതായിട്ട് പറയും തിരക്കുണ്ടായിരുന്നു, അതും പറയും. ബസ്. ഇനി സ്ത്രീകൾ കല്യാണത്തിന് പോയി, വീട്ടിൽ വന്നു, നിങ്ങൾ എന്തൊക്കെ നോക്കും? എന്തൊക്കെ പറയും? ചെക്കനെ നോക്കും, ഭയങ്കര എക്സ്റേ കണ്ണിലൂടെ നോക്കുക, കറക്റ്റ് മാച്ചാണ്. ചിലപ്പോൾ പറയും ചെക്കൻ അടിപൊളിയാണ്, പെണ്ണ് പോരാന്ന് പറയും. പെണ്ണ് അടിപൊളിയാണ്, ചെക്കൻ പോരാന്ന് പറയും. അനലൈസ് ചെയ്യും, ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യും. ആഭരണം നോക്കും, സാരി നോക്കും. പെണ്ണിൻ്റെ മാത്രം ഒതുങ്ങുമോ? അമ്മായിമ്മയുടെ നോക്കും, നാത്തൂൻ്റെ നോക്കും. ആ സ്റ്റേജിലെ കംപ്ലീറ്റ് ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യും? സ്കാൻ ചെയ്യും. ഇതൊക്കെ വീട്ടിൽ പോയിട്ട് പറയില്ലേ? അപ്പോൾ 7000-ന് പകരം എത്ര വാക്കുകൾ ഉപയോഗിക്കും അവിടെ? 40,000-ന് നിൽക്കുമോ? സംശയമുണ്ട്. അപ്പോൾ കൂടുതൽ വേർഡ്സ് ഉപയോഗിക്കുന്ന ആരാണ്? സ്ത്രീകളാണ് കേട്ടോ. ഓർമ്മശക്തി ആർക്കാ കൂടുതൽ? അത് സ്ത്രീകൾക്ക് തന്നെയാണ്. പക്ഷെ എന്താ സംഭവം എന്നറിയോ? ഒക്കെ എടുത്ത് വയ്ക്കും, ആ സമയത്തൊന്നും പറയില്ല. എന്നിട്ട് എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു സമയത്ത് ഈ സാധനം എടുത്തുകൊണ്ട് പൊട്ടിക്കും. ഇപ്പം ഞാനൊരു കഥ പറയാം. ഞാൻ വൈഫായിട്ട്, മക്കളൊന്നും ആവണേക്കാൾ മുമ്പ്, ഇവർ ചെറിയ കുട്ടികളാണ്, ഞങ്ങളിങ്ങനെ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടുന്ന് വരികയാണ്. അപ്പോൾ ഒരു ഹോട്ടലിൽ പോയി. ഈ ഹോട്ടലിൽ പോയിട്ട് ലൈറ്റ് വളരെ കുറവാണ് ഹോട്ടലിൽ. ചെറിയ ലൈറ്റില്ലേ, തീം ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഓപ്പോസിറ്റ് ടേബിളിൽ ഒരു ഫാമിലി ഉണ്ട്. ഫാമിലി വെച്ചാൽ ഭാര്യയും ഉണ്ട്, ഭർത്താവില്ല, ചെറിയ 2 കുട്ടികളുണ്ട്, ഒരു അമ്മയുണ്ട് അവരുടെ. അപ്പോൾ ഈ ലേഡി എന്നെ കാര്യമായിട്ട് ഇങ്ങനെ നോക്കി. ഞാൻ ഇതുപോലെ അല്ല കേട്ടോ, ഭയങ്കര ഗ്ലാമർ ആയിരുന്നു. ഓക്കെ. അപ്പോൾ എന്നെ നോക്കി. അപ്പം നമ്മളൊരാൾ നോക്കിക്കഴിഞ്ഞാൽ സൗന്ദര്യം ആസ്വദിക്കുന്നതിനോട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് ആരാ വേണമെങ്കിൽ നോക്കാം. തിരിച്ച് നോക്കി. ആ ഭാര്യ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇതെന്തപ്പോൾ അവിടെ. അത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും ഭാര്യയോട് പറഞ്ഞു, എൻ്റെ സ്റ്റുഡൻ്റ് ആവോ ഒരു സംശയം. എന്നിട്ട് ഞാൻ വീണ്ടും നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, സ്റ്റുഡൻ്റ് അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, കാണാൻ കുഴപ്പമില്ല, നല്ല ഡ്രസ്സിങ് ആണ്. അപ്പോൾ ഇതൊന്നും സ്ത്രീകൾക്ക് ഏറ്റവും വലിയ വിഷമം എന്താണെന്നറിയോ? അവരുടെ മുമ്പിൽ മറ്റൊരാളെ പുകഴ്ത്തുന്നത് ഒരു രക്ഷയില്ല. നിങ്ങൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ ചിക്കൻ കറിയും മീൻ കറിയും സൂപ്പറാണെന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു നോക്കിയേ, അപ്പോഴൊന്നും പറയില്ല. പിന്നെ എപ്പോഴെന്താ പറയുന്നറിയാം? എന്നാൽ അവിടെ പോയിട്ട് കഴിച്ചോളാൻ പറയും. പറയില്ലേ? പറയും. എടുത്തിങ്ങനെ കയറ്റി വയ്ക്കും. ഇപ്പം ഞാൻ പറഞ്ഞു, കാണാനൊക്കെ ഗ്ലാമർ ഉണ്ട്, ചെറിയൊരു മീശ ഉണ്ടെന്ന് പറഞ്ഞു. അത് കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. അപ്പം അന്ന് ഇപ്പോഴൊന്നല്ല, വർഷങ്ങളായി. ഞാൻ ആ സമയത്ത് കാറ് മേടിച്ച സമയം. അപ്പോൾ എനിക്ക് ബുള്ളറ്റായിരുന്നു. അപ്പോൾ കാർ പോർച്ചിലിട്ടപ്പോൾ ബുള്ളറ്റിന് വേണ്ടിയിട്ട് ഒരു ഷെഡ് പണിയണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ വർക്ക് ചെയ്യുന്ന ആളെ വിളിച്ചിട്ട് ഒരു ഷെഡ് പണിയാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അയാൾ പണിയാന്ന് പറഞ്ഞു, വീടിൻ്റെ സൈഡ് ഭാഗത്തായിട്ട്. ഞാൻ വൈകുന്നേരം ഒരു 6-6:30 നേരമായിട്ടുണ്ട്, വീട്ടിലേക്ക് വരികയാണ്. കോളേജ് വിട്ടിട്ട് വീട്ടിലേക്ക് വരികയാണ്. ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. വണ്ടി ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ പോർച്ചിൽ കാറ് കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ സൈഡിൽ ഒരു സൺഷെയ്ഡ് ഉണ്ട്, അവിടെയാണ് വണ്ടി നിർത്തുക. അവിടേക്ക് ഇങ്ങനെ വണ്ടി തിരിച്ച വഴിക്ക് അവിടെ ഈ ഡ്രസ് വർക്കിൻ്റെ ആൾക്കാർ വന്നിട്ട് അതിൻ്റെ ഷീറ്റും ഈ സാധനങ്ങളും അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാനിത് അറിയില്ല. അതുമ്പോൾ കൊണ്ടുപോയിട്ട് വണ്ടി കൊണ്ട് കയറ്റി. വണ്ടിയുടെ ക്രാഷ് കാർഡ് എന്ന് പറയും, അതവിടെ തട്ടി വണ്ടി ചെരിഞ്ഞു. ശബ്ദം കേട്ട് ഭാര്യ ഓടി വന്നു. അപ്പം ഞാൻ ഉടനെ ചൂടാവുകയാണ്. ഈ സാധനം കൊണ്ടിറക്കിയത് ആൾക്കറിയാം എൻ്റെ ബൈക്ക് വയ്ക്കുക അവിടെയെന്ന്. ഈ സാധനം കൊണ്ടിറക്കിയത് എന്നോട് വിളിച്ച് പറയാറുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ആളെന്നോട് പറഞ്ഞ ഡയലോഗ് എന്താണെന്ന് അറിയാം? ഹോട്ടലിലെ വെളിച്ചക്കുറവിൽ അവിടെ വന്ന പെണ്ണിൻ്റെ മീശ കണ്ട ആള് ഇത്രയും വലിയ ഷീറ്റ് കണ്ടില്ലെന്ന്. മനസ്സിലായ? എപ്പോൾ? 5-6 മാസം മുന്നേ നടന്ന കാര്യമാണെന്ന്. അന്നൊന്നും പറഞ്ഞില്ല. അന്ന് ഞാൻ മീശ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞില്ല.
അപ്പോൾ ബുദ്ധിശക്തി ഏറ്റവും കൂടുതൽ ആർക്കാണ്? അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ബുദ്ധിശക്തിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കില്ലേ? പഠിച്ചാൽ മറക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് പല പരീക്ഷകളിലൊക്കെ എന്ത് വരണത്? പെൺകുട്ടികൾ മുൻപന്തിയിൽ വരണത്. നിങ്ങളുടെ കാലഘട്ടമാണ് കേട്ടോ.